ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മളെ മക്കളൊക്കെ വന്ന് പോയി എൻ്റെ കുഞ്ഞാറ്റക്ക് വാങ്ങിയ പാലാണ് കേട്ടോ. 24 പാല് ഞാൻ 31-ാം തീയതി രാവിലെ എനിക്ക് വേണം പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്താണ്. ആ ചേച്ചി കൊണ്ടുവന്നു, പൈസ ഒക്കെ കൊടുത്തു. അതിൽ നിന്നൊരു തുള്ളി പാല കുടിച്ചോളൂ കേട്ടോ. ഈ കുട്ടിക്ക് വിചാരിച്ച പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. മോനിക്ക് ചെറുപ്പത്തിൽ കൊടുത്ത സൂചിക്കോതമ്പും നെയ്യ് ഒക്കെ ഇട്ട് വിരകി കൊടുത്ത പോലെ അവൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നോക്കുമ്പോൾ അതിന് പറ്റിയിട്ടില്ല. എന്നാലും ഒരുപാട് സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച് എൻ്റെ മരുമകളും നാത്തൂൻ്റെ മോളാണ് കേട്ടോ. അവൻ്റെ ഉപ്പച്ചിൻ്റെ പെങ്ങളെ മോളെയാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മക്കളും എൻ്റെ നാത്തൂനും അളിയനും ഒക്കെ എല്ലാവരും പോയി സന്തോഷത്തിൽ ഫുഡൊക്കെ റാഹത്തായി. ഇന്നും ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും രാത്രിയിൽ കൂടി നമ്മളെ വീട്ടിൽ കൂടി എല്ലാവരും രാത്രികളത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിടുള്ളൂ. ആങ്ങളൻ്റെ മോള് വെച്ച മന്തിയിൽ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചത് നല്ല ഇഷ്ടം. എൻ്റെ മരുമോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ഇപ്പോൾ അവരവിടെ പോകുമ്പോഴും വെച്ച് തരും. അപ്പം മയോണീസും നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് മന്തിയും കൂടി എടുത്തിട്ട് കഴിക്കട്ടെ പറഞ്ഞിട്ട് ഇരിക്കാൻ പോകും. രാവിലെ മുതൽ അങ്ങനെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. മക്കൾ വരുന്ന സന്തോഷം കൊണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരും വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെന്താ, വീണ്ടും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും പോവും. വൈകിട്ട് മക്കൾ പോയി. ഫുഡ് നല്ല ഫുഡ് ഉണ്ടാക്കുകയെന്ന് കണ്ടാൽ തറവാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഞാനവനെ മുൻകൂട്ടി വിളിക്കും, സ്വൈരക്കടാക്കും, ഫോണിലേക്ക് വിളിച്ചിട്ടേ. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. എൻ്റെ മക്കളിവിടെ എത്താനായപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു. മറുപടി ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറയും. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സങ്കല്പിക്കുന്ന ആ ഒരു സങ്കല്പം നിഴൽ പോലെ ഈ ദുനിയാവിൽ ഞാൻ 17 വയസ്സ് മുതൽ ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് പ്രകാരം എൻ്റെ മോനിൻ്റെ കൂടെ ഉണ്ട് നല്ല വിശ്വാസം. ഞങ്ങളങ്ങനെ ജീവിച്ചതാണ്. വലിയ ആൾക്കാരില്ലെങ്കിലും സ്നേഹത്തിൻ്റെ ഒരാളുണ്ടല്ലോ, അതുണ്ടായിരുന്നു. ഉമ്മാക്കും മോനോടാണെങ്കിലും മോനിക്കും ഉമ്മാനോടാണെങ്കിലും ഉമ്മാക്കും മോനിക്കും കുടുംബങ്ങളോടാണെങ്കിലും എല്ലാവരോടും നല്ല ഇഷ്ടമുണ്ടാകും. എവിടെ കൂടുകയാണെങ്കിൽ എല്ലാ സദസ്സിലും അവൻ വേണം എനിക്ക്. ഞാൻ അവനിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യായിരുന്നു. ഉഫു എൻ്റെ കഴിഞ്ഞില്ലേ, ഉഫു കുളി കഴിഞ്ഞില്ലേ, ഉഫു ഒരുങ്ങി കഴിഞ്ഞില്ലേ, വാഗഫു പറഞ്ഞിട്ട് ഞാൻ വിളിക്കും അവനെ എല്ലാ സദസ്സിലേക്കും. അവനെന്നെ പറയും, ഒരു മോനായ കാരണം എങ്ങനെ വിളിച്ച് തൊഴിലേൻ്റെ അടുത്തെന്ന് പറയും. എന്നാലും ഞാൻ വിളിക്കും. നിക്കവരതിനെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അല്ലാഹു എനിക്ക് മോൻ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെയാണ് നമുക്കുള്ള കുട്ടി ഉണ്ടായിരുന്നത്. എൻ്റെ ഉപ്പാൻ്റെ പെണ്ണുള്ള മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. സ്നേഹവും പ്രേമൊന്നുമല്ല കേട്ടോ, അല്ലാഹുവിൻ്റെ വിധി നിശ്ചയം അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ പുറത്താണ് കുറേ പെണ്ണൊക്കെ നോക്കി. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് ചെയ്യാനും വീഡിയോ ഇടാനും വീഡിയോ എടുക്കാത്തൊരു ചാനൽ ആദ്യം എടുത്തിട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോഴും ഇന്നും അങ്ങനെ തന്നെ ഞാൻ കുറേ വിളിച്ച് മറുപടി ഒന്നും ഇല്ലെങ്കിലും അവൻ്റെ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് വെക്കും ഫോണിൽ. എവിടെ നല്ല ഭക്ഷണം തറവാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഉണ്ടാക്കും. ഫസ്റ്റ് അവനെ വിളിക്കുക, കുറേ വാ പറഞ്ഞ് വിളിക്കും. അവനെ അവിടെ പോയാൽ തിരക്ക് കൂട്ടി വിളിക്കും. അപ്പോൾ ഇന്ന് അവൻ ഇവിടെ ഇല്ല. അവൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ വന്നു പോയി. സ്നേഹത്തോടെ ഉമ്മൊക്കെ വെച്ച് പിരിഞ്ഞ് മരുമകളും ഞാനും കുട്ടിയൊക്കെ. അപ്പം അവർ പോയി. ഇനി വരും അല്ലാഹു ഒരു കാരണവശാലും. പാവപ്പെട്ട എൻ്റെ മോൻ ഗഫൂറിൽ ഞങ്ങളോടൊപ്പം അവൻ്റെ ഉപ്പുണ്ട്. ഞങ്ങളതും ഞങ്ങളെ അവകാശം ഞങ്ങളെ മക്കൾ എന്നുള്ള ബന്ധം മരുമകളിലും കുട്ടിയിലും പേരക്കുട്ടിയിലും ഇപ്പം വെച്ചിൻ്റെ സ്വത്ത്
പേരക്കുട്ടിയിലെന്നും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പാലോണ്ട് ഞാൻ ചായ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പരമാവധി എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് വലിയ രസമൊന്നും ഇല്ലെങ്കിലും ഈ പാവപ്പെട്ട നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.